വയനാട് കടച്ചിക്കുന്ന് ക്വാറിയിൽ മണ്ണിടിച്ചിൽ. തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉച്ചയോടെയായിരുന്നു അപകടമുണ്ടായത്. രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എങ്ങനെയാണ് അപകടമുണ്ടായിരിക്കുന്നത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ഒരാൾ മാത്രമാണോ മണ്ണിനടിയിലുള്ളത്? ഇത് ഒരു കൽപ്പറ്റയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ കാപ്പിത്തോട്ടങ്ങൾക്ക് ഇടയിലുള്ള ഒരു സ്വകാര്യ കോറിയാണിത്. എന്തായാലും ഇപ്പോൾ ഇവിടെ മനസ്സിലാവുന്ന ടിപ്പർ ഡ്രൈവറാണ് മണ്ണിനടിയിൽ പെട്ടിട്ടുള്ളത്. മാനന്തവാടി സ്വദേശിയാണ് അദ്ദേഹം എന്നാണ്. കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. എന്തായാലും 2 മണിയോടെയാണ് ഇത്തരത്തിൽ മണ്ണ് മുകളിൽ നിന്ന് ടിപ്പറിലേക്ക് പതിച്ചത്. ഇദ്ദേഹം അപ്പോൾ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും അദ്ദേഹത്തെ പുറത്തുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പാളിയാണ് നടന്ന് ടിപ്പറിന്റെ മുകളിലേക്ക് വീണിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ഫയർഫോഴ്സും മറ്റ് രക്ഷാപ്രവർത്തകരും ഉണ്ട്. പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അല്പസമയത്തിൽ അത്തരം ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നന്ദി രതീഷ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡി ചോദ്യം ചെയ്യാനിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തു. മെഡിക്കൽ ബോർഡ് തീരുമാനപ്രകാരമാണ് നടപടി. രവീന്ദ്രന് ഒരാഴ്ച വിശ്രമം വേണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചു. VS അനു ചേരുന്നു. അനു, എങ്ങനെയാണ് വിശ്രമത്തിന്റെ കാര്യത്തിൽ ഇനിയുള്ളത്? ഇഡി എന്ത് നീക്കമാണ് നടത്തുക എന്നുള്ളതാണ് വിശദാംശങ്ങൾ. ധന്യ, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹം ജവഹർലാലിലെ ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ക്വാർട്ടേഴ്സിൽ എത്തുകയും ചെയ്തു. ഒരാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് CM രവീന്ദ്രന്റെ ആരോഗ്യ നില സംബന്ധിച്ച് വിലയിരുത്തി. അതിനുശേഷമാണ് ഒരാഴ്ചത്തെ വിശ്രമം അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത്. നമുക്കറിയാവുന്നതുപോലെ CM രവീന്ദ്രനെ 3 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് COVID-19 വരികയും അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. തുടർന്ന് 2 തവണ ആ സമയത്തൊക്കെ കോവിഡാനന്തര രോഗങ്ങൾ എന്ന കാട്ടി അദ്ദേഹം ആശുപത്രി ചികിത്സയിലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം നടക്കുന്ന 8ാം തീയതിയാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് 10ാം തീയതി, അതായത് 2ാം ഘട്ടം നടക്കുന്ന 10ാം തീയതി ഹാജരാകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് കാട്ടി അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തയച്ചു. ഏതായിരുന്നാലും ഇപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാകുന്ന പ്രകാരമാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു നോട്ടീസ് കൂടെ നൽകുമെന്നാണ് സാധ്യത. ഒരുപക്ഷെ അത് ഡോക്ടർമാർ നിർദ്ദേശമുള്ള ഒരാഴ്ചയ്ക്ക് ശേഷമാകും ഇത്തരം ഒരു നോട്ടീസ് നൽകുക. അതിനുശേഷമാകും CM രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാവുക. ധന്യ. ശരി, നന്ദി അനു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ അസുഖം മാറിയാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കാൻ ശ്രമിക്കുന്നവരാണ് രവീന്ദ്രന്റെ ആശുപത്രിവാസത്തിനെതിരെ കുപ്രചരണം നടത്തുന്നതെന്നും A വിജയരാഘവൻ പറഞ്ഞു. ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റത് ദോഷൈക ദൃക്കുകൾക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ജയിലിൽ ഭീഷണിയുണ്ടെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ വിവാദം തുടരുന്നു. വെളിപ്പെടുത്തലിൽ കഴമ്പില്ലെന്ന ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ അഭിഭാഷകൻ രംഗത്തെത്തി. എന്നാൽ വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന സ്വപ്നയുടെ മൊഴി ജയിൽ വകുപ്പ് സർക്കാരിന് കൈമാറും. തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന സ്വപ്നയുടെ മൊഴി വിവരങ്ങൾ ബുധനാഴ്ച ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. സ്വപ്നയെ പാർപ്പിച്ച മറ്റ് ജയിലുകളിലെ അടക്കം കാര്യങ്ങൾ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി ജയിൽ മേധാവി ഋഷ സിംഗ് പറഞ്ഞു. സ്വർണ്ണക്കടത്തിലെ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് ജയിലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിലാണ് ദക്ഷിണ മേഖല ജയിൽ DIG അജയ്കുമാർ അന്വേഷണം നടത്തിയത്. അട്ടക്കുളങ്ങര ജയിൽ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ സ്വപ്നയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെട്ടതായാണ് DIGയുടെ കണ്ടെത്തൽ. ജയിലിലെത്തി DIG നടത്തിയ വിവരശേഖരണത്തിനിടെ അട്ടക്കുളങ്ങര ജയിലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നാണ് സ്വപ്നയെടുത്ത നിലപാട്. അഭിഭാഷകൻ തെറ്റിദ്ധരിച്ചതായിരിക്കാമെന്നും അപേക്ഷയിൽ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വപ്ന പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട്.
എന്നാൽ കോടതിയിൽ വാക്കാൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി സ്വപ്ന DIGക്ക് നൽകിയിട്ടില്ല. ഇതിനിടെ ജയിൽ അധികൃതരുടെ വാദം തള്ളി സ്വപ്നയുടെ അഭിഭാഷകൻ രംഗത്ത് വന്നു. സ്വപ്നയ്ക്ക് വധഭീഷണിയുണ്ടെന്ന് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. കോടതിയുടെ ഉത്തരവ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപേക്ഷയുടെ അഭിഭാഷകയെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കസ്റ്റംസ് അഭിഭാഷകനെയും കേട്ടതായിട്ടും ഒരു അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഉത്തരവ് പാസ്സാക്കുന്നതെന്നും വ്യക്തമായിട്ട് ആ ഉത്തരവിൽ പ്രതിപാദിച്ചു. ആരോപണത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് ജയിൽ DGPയുടെ തീരുമാനം. ഇതിനായി സ്വപ്നയെ പാർപ്പിച്ച മറ്റു ജയിലുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടന്നുവരികയാണെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. അത് DIG ഇവിടുത്തെ അട്ടക്കുളങ്ങരയിലെ കാര്യമാണ് അദ്ദേഹം അന്വേഷിച്ചത്. ഇപ്പോൾ പറഞ്ഞ ആൾ വേറെ ജയിലുകളും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ അവിടുത്തെ ഓഫീസർമാരെ കൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന രേഖാമൂലം ഇതുവരെ പരാതി നൽകാത്തതിനാൽ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇത് സർക്കാരിന് കൈമാറാനാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്നയെയും സരിത്തിനെയും 3 ദിവസം ജയിലിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിലാണ് ഈ അപേക്ഷ ഉന്നയിച്ചത്. ചോദ്യം ചെയ്യുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകരുതെന്നും അപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റംസിനോട് സ്വപ്നയും സരിത്തും പ്രമുഖരുടെ പേരുകൾ പരാമർശിച്ച സാഹചര്യത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ അനുമതി ചോദിച്ചിരിക്കുന്നത്. അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ച് കോൺഗ്രസും BJPയും. ഊഹാപോഹങ്ങളല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്പീക്കറുടെ 2 വിദേശയാത്രകൾക്ക് അനുമതിയില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതികാരം ചെയ്യുന്നുവെന്നാണ് CPM പ്രതികരണം. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഇന്നലെ നടത്തിയ വിശദീകരണം ദുർബലമാണെന്നാണ് പ്രതിപക്ഷവാദം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. പല ആരോപണങ്ങളും ശരിയെന്ന് സ്പീക്കർ സമ്മതിച്ചു കഴിഞ്ഞെന്നും രമേശ് ചെന്നിത്തല. വിവരാവകാശ രേഖയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ കോപ്പികൾ കൂടി വെച്ചുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഈ വസ്തുതകളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നത്. സ്വപ്നയും സരിത്തിനെയും സഹായിച്ചെന്ന് തെളിഞ്ഞാൽ ശ്രീരാമകൃഷ്ണൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചോദിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും ഒരു തരത്തിലും താൻ സഹായിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്പീക്കർ ഈ കാര്യത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ ശ്രീ P. ശ്രീരാമകൃഷ്ണൻ തയ്യാറാവുമോ? എന്നാൽ ശ്രീരാമകൃഷ്ണന്റെ പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ രംഗത്തെത്തി. രാഷ്ട്രീയ പാപ്പരത്തത്തിന്റെ രാഷ്ട്രീയ അവസരവാദത്തിന്റെ ചളിക്കുഴിയിൽ ആണ്ടുപോയ ചെന്നിത്തല, അഴിമതിയിൽ കഴുത്തോളം മുങ്ങിയ ചെന്നിത്തല രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയെ, സ്പീക്കറെ അപഹസിക്കുന്ന വാക്കുകൾ പറയുന്നു. വരും ദിവസങ്ങളിലും സ്പീക്കർക്കെതിരായ ആക്രമണം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചട്ടങ്ങൾ ലംഘിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറുകൾ നൽകിയതിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. 2017 ലോക കേരള സഭ, ഈ വർഷത്തെ 2ാം ലോക കേരള സഭ എന്നിവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിലും 53 കോടി രൂപ മുടക്കി നടപ്പാക്കിയ ഈ നിയമസഭാ പദ്ധതിയിലും അഴിമതിയുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് ഗവർണർ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. ബാർക്കോഴ കേസിൽ മുൻ മന്ത്രിമാർക്കെതിരായ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടി ഗവർണർ. വിജിലൻസ് IG H. വെങ്കിടേഷ് രാജ്ഭവനിലെത്തി അന്വേഷണ വിവരങ്ങൾ അറിയിച്ചതിനു പിന്നാലെയാണ് നടപടി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ K. ബാബു, VS ശിവകുമാർ തുടങ്ങിയവർക്കെതിരെ അന്വേഷണത്തിനാണ് സർക്കാർ അനുമതി തേടിയത്. ഇതേ ആരോപണങ്ങൾ നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്തും ഗവർണർക്ക് മുമ്പിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഗവർണർ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരാർ കമ്പനിക്ക് മുൻകൂർ പണം നൽകുന്നത് പുതുമയുള്ള കാര്യമല്ലെന്ന് മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയിൽ. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സ്പീക്കർ മുൻകൂർ പണം നൽകിയിട്ടുണ്ടെന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയിൽ പറഞ്ഞു. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച വിധി പറയാൻ മാറ്റി.
പാലാരിവട്ടം പാലം അഴിമതി കേസിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുൻമന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ അറിയിച്ചു. ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടും പോലീസ് വീട്ടിൽ തെരച്ചിൽ നടത്തിയെന്ന് ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ ധരിപ്പിച്ചു. ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഇബ്രാഹിം കുഞ്ഞ് സ്വമേധയാ തിരഞ്ഞെടുത്ത ആശുപത്രിയും ഡോക്ടറുമല്ലേ, അവിടെ തുടരുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് കോടതി ചോദിച്ചു. അറസ്റ്റ് ഒഴിവാക്കാൻ ചികിത്സ തേടിയതല്ലെന്നായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ മറുപടി. കരാറുകാരന് മുൻകൂർ പണം നൽകിയെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ പണം നൽകുന്നത് പുതുമയുള്ള കാര്യമല്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സ്പീക്കർ മുൻകൂറായി പണം നൽകിയിട്ടുണ്ടെന്നും വാദത്തിനിടെ സൂചിപ്പിച്ചു. മുൻകൂർ നൽകിയ തുകയുടെ പലിശ നിരക്ക് നിശ്ചയിച്ചതിൽ മന്ത്രിക്ക് പങ്കില്ല. 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് കോടതി അറിയിച്ചു. എന്നാൽ നിയമവിരുദ്ധമായിട്ടാണ് മുൻകൂർ പണം നൽകിയത്. മറ്റു കരാറുകളുമായി ഈ കരാറിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചു. RDSന് കരാർ നൽകിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നു. മുൻകൂർ പണം നൽകുന്നതിനുള്ള ശുപാർശ മന്ത്രി നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് അയക്കണമായിരുന്നുവെന്നും അതിനാൽ ഇബ്രാഹിം കുഞ്ഞിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും സർക്കാർ അറിയിച്ചു. തുടർന്ന് ഹർജി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി പറയാനായി കോടതി മാറ്റിവെച്ചു. ന്യൂസ് 18 കൊച്ചി. IMAയുടെ രാജ്യവ്യാപക പണിമുടക്കിൽ വലഞ്ഞ രോഗികൾ. മെഡിക്കൽ കോളേജുകളിലടക്കം OP ടിക്കറ്റ് എടുത്ത് കാത്തിരുന്നവർ ഡോക്ടർമാരില്ലാതെ ദുരിതത്തിലായി. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയതിനെതിരെയാണ് രാജ്യവ്യാപകമായി OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. സമരം മുൻകൂട്ടി അറിയിച്ചെങ്കിലും മെഡിക്കൽ കോളേജുകളിലടക്കം OP ടിക്കറ്റ് എടുത്തവരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ ഉണ്ടായത്. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയവർ ദുരിതത്തിലായി. ഓപ്പറേഷൻ ചെയ്ത് കാല് പഴുത്ത് അങ്ങനെ കൊണ്ടുവന്നതാണ്. നമ്മൾ അറിഞ്ഞില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. വണ്ടിക്കൂലിയും ചെലവാക്കി. ഇത് നേരത്തെ അറിയിക്കേണ്ടേ, ഇതെല്ലാം നേരത്തെ അറിയിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പം പേഷ്യന്റിനെ ഇപ്പോൾ കൊണ്ടുവരും, സ്ട്രെച്ചറിൽ കൊണ്ടുവരികയാണ് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി. അത്യാഹിത രോഗികൾക്ക് ചികിത്സ നിഷേധിക്കില്ലെന്നും അല്ലാത്തവരെ പരിശോധിക്കില്ലെന്നുമാണ് ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കിയത്. എന്നാൽ ചുരുക്കം വിഭാഗങ്ങളിൽ മാത്രമാണ് PG ഡോക്ടർമാരുടെ ഉൾപ്പെടെ സേവനമുണ്ടായിരുന്നത്. അവശനിലയിലെത്തിയ രോഗികൾ പോലും ചികിത്സ കിട്ടാതെ മടങ്ങി. സമരമാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ല, അറിയാതെ വന്നു പോയതാണ്. വന്ന് ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ വയ്യാത്ത ഇതിൽ നിൽക്കുക. വേലയ്ക്ക് പോകുന്നതാണ്, വേലയും മിനക്കെട്ടാണ് പറഞ്ഞത്. അതാ ഇപ്പം മെഡിസിനും മുടങ്ങി, അങ്ങനെ ആകെ ഇതിൽ നിൽക്കുകയാണ്. 14 വണ്ടിക്കുള്ള ഇവിടെ വരണം പറഞ്ഞു. നമ്മൾ സംഭവമൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് വലഞ്ഞു പോയതല്ലേ. ഇങ്ങോട്ട് ഇപ്പോൾ വണ്ടിക്കുള്ളികളൊക്കെ വേണം, സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ടോ? നമ്മളൊക്കെ അത്തപ്പാടികളല്ലേ. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് IMA രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു. അടിസ്ഥാനപരമായി വളരെ 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 വ്യത്യാസമുള്ള ചികിത്സാ ശാഖകളെ ഒത്തുചേർക്കുന്നത് ഒരു കാളവണ്ടിയും ഒരു എയ്റോപ്ലെയിനും കൂടെ കൂട്ടിക്കടത്തി ഒരു പുതിയ വാഹനം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രം വരുന്നതാണ്. ഒരിക്കലും അത് ഭാരതത്തിലെ ആൾക്കാർക്ക്, ഭാരതത്തിന്റെ പൊതു സമൂഹത്തിന് നന്നായിരിക്കില്ല. അതേസമയം ആയുർവേദ ഡോക്ടർമാർ ഇന്ന് 1 മണിക്കൂർ അധികം OPയിൽ സേവനമനുഷ്ഠിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാർഷിക നിയമങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കേൾക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളി കർഷക സംഘടനകൾ. നിയമങ്ങൾ റദ്ദു ചെയ്യാതെ ഇനി ചർച്ചയ്ക്കില്ലെന്ന് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം കർഷക പ്രക്ഷോഭത്തെ സംഘടനാ തലത്തിൽ പ്രതിരോധിക്കാനാണ് BJP തീരുമാനം. കാർഷിക നിയമങ്ങളിൽ കേന്ദ്രവും കർഷകരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒത്തുതീർപ്പ് നീക്കങ്ങൾ പരാജയപ്പെടുകയാണ്. കാർഷിക നിയമങ്ങളെക്കുറിച്ച് മന്ത്രിമാർ പറയുന്നത് വിശദമായി കേൾക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യവും കർഷകർ തള്ളി. संशोधन क्या करेंगे, ये हमारे खिलाफ है. इनको रद्द जितनी देर नहीं करते उतनी देर कोई MSP लागू. കർഷകർ ചൂണ്ടിക്കാട്ടിയ 15 പ്രശ്നങ്ങളിൽ 12 എണ്ണവും കേന്ദ്രം ശരിവെക്കുന്നുണ്ടെന്നും എന്നിട്ടും നിയമം പിൻവലിക്കാൻ തയ്യാറാകാത്തത് അംഗീകരിക്കാനാകില്ലെന്നും സംഘടനകൾ വ്യക്തമാക്കി. സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ജയ്പൂർ ഡൽഹി, ആഗ്ര ഡൽഹി ദേശീയപാതകൾ നാളെ ഉപരോധിക്കും. ടോൾ പ്ലാസകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കും. തിങ്കളാഴ്ച രാജ്യവ്യാപകമായി BJP ഓഫീസുകളടക്കം ഉപരോധിക്കും. അതേസമയം കാർഷിക നിയമങ്ങളെ ന്യായീകരിച്ച് രാജ്യമാകെ പ്രചാരണം നടത്താനാണ് BJP തീരുമാനം. 700 പ്രാദേശിക യോഗങ്ങളും 700 വാർത്താ സമ്മേളനങ്ങളും നടത്തും. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ശില്പിയും സംവിധായകനുമായ സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം. കണ്ണൂർ കരിവള്ളൂർ മണക്കാട്ടെ കോട്ടൂർ വയൽ പാടശേഖരത്തിലാണ് സുരേന്ദ്രൻ ചെളിയിൽ കുളിച്ച് പ്രതിഷേധിച്ചത്. കർഷകൻ പണിയെടുക്കുന്നത് മണ്ണിലായതുകൊണ്ട് തന്നെ പ്രതിഷേധവും മണ്ണിൽ തന്നെയാകണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടെന്ന് സുരേന്ദ്രൻ കൂക്കാനം പറഞ്ഞു.
കാൽ മണിക്കൂറോളം ചെളിയിൽ കുളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് സുരേന്ദ്രൻ പാടത്തുനിന്ന് കരയിലേക്ക് കയറിയത്. ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് എന്റെ സമരം. അവർക്ക് എല്ലാവിധ വിജയാശംസകളും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കേന്ദ്ര സർക്കാരും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും വീണ്ടും നേർക്കുനേർ. JP നദ്ദ ആക്രമിക്കപ്പെട്ടതിന്റെ വിഷയത്ത് ബംഗാൾ സർക്കാർ അനുഭവിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം സംസ്ഥാന പോലീസിന്റെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ഗവർണർ ജഗ്ദീപ് ധൻഖർ കുറ്റപ്പെടുത്തി. മമതാ ബാനർജി തീകൊണ്ട് കളിക്കരുതെന്ന മുന്നറിയിപ്പും ഗവർണർ നൽകി. JP നദ്ദയുടെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം BJPയുടെ നാടകമാണെന്ന മമതാ ബാനർജിയുടെ നിലപാടാണ് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ട്. കേന്ദ്ര നേതാക്കൾ എത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ പ്രോട്ടോകോളുകളൊന്നും പോലീസ് പാലിച്ചില്ലെന്ന് ഗവർണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും ഗവർണർ പരസ്യമായി രംഗത്തെത്തി. മുഖ്യമന്ത്രി തീകൊണ്ട് കളിക്കരുതെന്നാണ് ഗവർണറുടെ മുന്നറിയിപ്പ്. And this is very serious क्योंकि समझ में नहीं आता, जितने स्टेम के बारे में लिखता हूं जवाब नहीं आता है, इससे मेरी शंकाएं और बढ़ जाती हैं. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ ചീഫ് സെക്രട്ടറിയോടും DGPയോടും നേരിട്ട് ഹാജരാകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇരുവരും തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വിശദീകരണത്തിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം 19-ന് ബംഗാൾ സന്ദർശിക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മന്ത്രി AC മൊയ്തീൻ വോട്ട് രേഖപ്പെടുത്തിയ സമയത്തിൽ ചട്ടലംഘനമോ പിഴവോ ഇല്ലെന്ന് തൃശൂർ ജില്ലാ കളക്ടർ S. ഷാനവാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി. ജില്ലാ കളക്ടർ സത്യം മറച്ചുവെക്കുകയാണെന്നും ഇടതുമുന്നണിയുടെ കൺവീനറെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും TN പ്രതാപൻ ആരോപിച്ചു. കളക്ടർക്കെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മന്ത്രി AC മൊയ്തീൻ 7 മണിക്കാണ് വോട്ട് ചെയ്തതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ചട്ടലംഘനമോ പിഴവോ ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മന്ത്രി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ വാച്ചിൽ സമയം 7 മണിയായിരുന്നു. വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ ബൂത്ത് ഏജന്റുമാരുമായി പ്രിസൈഡിംഗ് ഓഫീസർ സംസാരിച്ചിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാമെന്ന ബൂത്ത് ഏജന്റുമാരുടെ നിർദ്ദേശം അംഗീകരിച്ച് 5 മിനിറ്റിന് ശേഷമാണ് പോളിംഗ് ആരംഭിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കളക്ടറുടെ റിപ്പോർട്ടിനെതിരെ UDF രംഗത്തെത്തി. മന്ത്രി വോട്ട് ചെയ്ത സമയം അറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളുടെ ക്യാമറ പരിശോധിക്കണം. പോളിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് കളക്ടറെ മാറ്റണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. തൃശൂരിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ വീഡിയോ ക്യാമറകളും പരിശോധിച്ചാൽ മന്ത്രി വോട്ട് ചെയ്ത് പുറത്തിറങ്ങി മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ച സമയം കൃത്യമായി ബോധ്യമാകും. വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ സമയമുണ്ട്. 6:55-നാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതെന്ന് ആരോപിച്ച അനിൽ അക്കരെ MLA ആദ്യം രംഗത്ത് വന്നു. തുടർന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ. പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ കോട്ടയത്ത് മുന്നണികൾ കടുത്ത ആശങ്കയിലാണ്. കടുത്ത മത്സരം നടന്ന ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിച്ചെടുക്കുമെന്നാണ് രണ്ട് മുന്നണികളുടെയും പ്രഖ്യാപനം. LDF-നും UDF-നും സ്വാധീനമുള്ള മേഖലകളിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. പോളിംഗിൽ 5% കുറവാണ് ജില്ലയിൽ ആകെ ഉണ്ടായത്. UDF-ന് സ്വാധീനമുള്ള കോട്ടയം, പാലാ, ചങ്ങനാശ്ശേരി അടക്കമുള്ള നഗരസഭകളിലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള വൈക്കത്തും ഇതേ കുറവ് രേഖപ്പെടുത്തി. അതേസമയം ഗ്രാമീണ മേഖലകളിൽ മികച്ച പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ കടുത്ത പോരാട്ടം നടന്നതായി ഇരുമുന്നണികളും പറയുന്നു. 15 സീറ്റിന് മുന്നിൽ UDF പ്രതീക്ഷിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനകത്ത് നല്ല ക്ലിയർ കട്ട് മജോറിറ്റി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിപൂർണ വിശ്വാസം. ഇടതുമുന്നണിയിലെത്തിയ ജോസ് കെ മാണിയും കടുത്ത ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ വോട്ടുകളും അത് ഓരോ സ്ഥലത്തും ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് വിലയിരുത്തി നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് കിട്ടേണ്ട വോട്ടുകൾ വന്നെത്തിയിട്ടുണ്ട്. കോവിഡ് ഭീഷണിയായതായാണ് മുന്നണികളുടെ വിലയിരുത്തൽ. ഇത് എല്ലാവരെയും ഒരുപോലെ ബാധിച്ചേക്കാം. ജോസ് കെ മാണി എത്തിയതിലൂടെ കൂടുതൽ പഞ്ചായത്ത് പിടിക്കാമെന്ന് CPM കണക്കുകൂട്ടുന്നു. പാലാ, കടുത്തുരുത്തി ഉൾപ്പെടെ കേരള കോൺഗ്രസുകാർ നേരിട്ട് മത്സരിച്ച സ്ഥലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. ന്യൂസ് 18 കോട്ടയം. ബുറേവി ചുഴലിക്കാറ്റിനൊപ്പമാണ് വീണ്ടും തിരുവനന്തപുരത്തിന്റെ ടൂറിസം കേന്ദ്രമായ പൊന്മുടി വാർത്തകളിൽ ഇടം പിടിച്ചത്. എന്തായാലും ചുഴലിക്കാറ്റ് പൊന്മുടി വഴി കേരളത്തിലെത്തിയില്ല. പക്ഷേ മാസങ്ങളായി യാത്രക്കാരെ കയറ്റിവിടാത്ത പൊന്മുടിയുടെ കാഴ്ചകൾ വീണ്ടും കാണാനായി ആ കാഴ്ചയിലേക്ക്.
തിരുവനന്തപുരം ജില്ലയിലെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് പൊന്മുടി. കോവിഡ് നിയന്ത്രണങ്ങൾ വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് സഞ്ചാരികളെ കയറ്റിവിടാറില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പൊന്മുടി കടൽ നിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരമുള്ള മലയോര പ്രദേശം. ഓരോ യാത്രയിലും ഓരോ കാഴ്ചകൾ സമ്മാനിക്കാറുണ്ട് പൊന്മുടി. ഈ പാതകളിലൂടെ സഞ്ചാരികളുടെ വാഹനം എത്തിയിട്ട് മാസങ്ങളായി. അതുകൊണ്ട് തന്നെ കുരങ്ങന്മാർ റോഡിൽ പേടിയൊന്നും കൂടാതെ വിഹരിക്കുകയാണ്. സഹ്യനിരകളുടെ കാഴ്ചകൾ കണ്ട് 22 ഹെയർപിൻ വളവുകൾ കടന്ന് പൊന്മുടിയുടെ ഏറ്റവും മുകളിലെത്താം. കോടമൂടിയ മലനിരകളിലേക്ക് വെളിച്ചം അരിച്ചിറങ്ങുമ്പോൾ പൊന്നുപോലെ തിളങ്ങുന്ന പ്രകൃതിയെയും കാണാം. വർണ്ണിക്കാവുന്നതിനും മുകളിലാണ് കാട്ടുപൂക്കളുടെ പോലും മനോഹാരിത. കോവിഡിന് അടച്ച ശേഷം മറ്റ് വിനോദസഞ്ചാര മേഖലകൾ തുറന്നെങ്കിലും പൊന്മുടിയിലേക്ക് സഞ്ചാരികളെ കയറ്റിവിട്ട് തുടങ്ങിയിട്ടില്ല. സഞ്ചാരികൾ എത്താത്തത് കൊണ്ട് തന്നെ കൂടുതൽ സുന്ദരിയാണ് പൊന്മുടി. എന്തായാലും ഇനിയുമുണ്ട് പൊന്മുടിയുടെ മായ കാഴ്ചകൾ ഒരുപാട്. നമ്മളെ കൊണ്ട് കാണുന്ന കാഴ്ചകൾ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുമുണ്ട്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ചൈനീസ് തലസ്ഥാനം ബീജിംഗിന് സമീപം നടന്ന പ്രാവ് പറത്തൽ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. 5000-ലേറെ പ്രാവുകളെയാണ് പ്രത്യേകം വാഹനങ്ങളിലെത്തിച്ച് പറത്തിയത്. 16 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ പറന്ന 7 മാസം പ്രായമുള്ള പ്രാവാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയത്. സമ്മാനത്തുക ചെറുതാണെങ്കിലും വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനും കാണാനും ഇവിടേക്ക് എത്തുന്നത്. ഈ ദൃശ്യത്തോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.